2020 നിർമ്മാണം ആരംഭിച്ച വാഗമൺ ഹൈസ്കൂൾ കെട്ടിട നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. കെട്ടിടത്തിന്റെ പൂർത്തീകരണത്തിന് മുൻ എംഎൽഎ ഇ.എസ്. ബിജിമോൾ അനുവദിച്ച 3 കോടി രൂപ നഷ്ടമാക്കിയതാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്തതിന് പിന്നിൽ. കുട്ടികൾക്കുള്ള ലാബ് ഉൾപ്പെടെ പ്രവർത്തിക്കേണ്ട കെട്ടിടമാണ് പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നത്. പഠന നിലവാരത്തിലും പാഠ്യേതര നിലവാരത്തിലും പ്രവർത്തിക്കുന്ന സ്കൂളാണ് വാഗമൺ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ ക്ലാസ് മുറികളുടെ അഭാവം ഉണ്ടായിരുന്നു. ലാബ് സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇതിനെ പരിഹാരം കാണാനും സ്കൂൾ ഹൈടെക് ആക്കാനും ഒന്നാം പിണറായി സർക്കാർ ഫണ്ട് അനുവദിച്ചിരുന്നു. ഇതിനായി 3 കോടി രൂപ ഇ.എസ്. ബിജിമോൾ പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് അനുവദിച്ചത്. എന്നാൽ സമയബന്ധിതമായി ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല. ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടാണ് ഇതിന് പിന്നിൽ. സ്കൂളിനെ ആധുനിക നിലവാരത്തിലാക്കാനാണ് ഫണ്ട് അനുവദിച്ചത്. എന്നാൽ എസ്റ്റിമേറ്റ് എടുത്ത് ടെക്നിക്കൽ സാക്ഷൻ നൽകേണ്ടത് LSGD വകുപ്പായിരുന്നു. യഥാസമയം ഈ വകുപ്പ് നടപടി സ്വീകരിച്ചില്ല. അന്നുണ്ടായിരുന്ന സ്കൂളിലെ ഉദ്യോഗസ്ഥരും വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ല. സമയബന്ധിതമായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതിനാൽ ഫണ്ട് നഷ്ടമായി. 3 കോടി രൂപ അനുവദിച്ച പ്ലാൻ ഫണ്ട് ഹൈസ്കൂൾ ബിൽഡിംഗ് അത് LSGD സമയബന്ധിതമായി അതിന്റെ TS പൂർത്തിയാക്കാത്തത് കൊണ്ട് നമുക്ക് അതിന്റെ ഭരണാനുമതി കഴിഞ്ഞു. അതും പുനഃസ്ഥാപിച്ചെടുക്കണം. ഈ നിലവിലത് കരാറുകാർ ഇട്ടേച്ച് പോയൊരു സാഹചര്യമാണ് നിലവിലത്. ഇനിയിപ്പം പുതിയ ഭരണസമിതിയൊക്കെ വരുന്നു, പുതിയ സംവിധാനങ്ങളിലേക്ക് വരുന്നു. ഇനിയിപ്പോൾ ഒന്നേന്ന് നമുക്ക് ശ്രമം നടത്തണം. അതിന് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന വർഷത്തിലാണ് ഫണ്ട് അനുവദിച്ചത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ സ്കൂളിന്റെ ദുരവസ്ഥ ബോധ്യപ്പെടുത്തിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. സ്കൂളിന് അനുവദിച്ച ഫണ്ട് നഷ്ടപ്പെടുത്തിയതിൽ സ്കൂൾ ഉദ്യോഗസ്ഥരും LSGD ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒരുപോലെ കുറ്റക്കാരാണ്. നിലവിലെ സർക്കാരെങ്കിലും സ്കൂൾ കെട്ടിടം പൂർത്തിയാക്കുമോ എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.